കെട്ടുകഥ, കസേരകളി, കഥകളി. ഈ കോൺഗ്രസ് പാർട്ടി സെമി കേഡറായെന്ന് സുധാകരേട്ടൻ പറഞ്ഞു നടന്നതൊക്കെ വെറുതെയാണെന്നേ. ഇപ്പോൾ കോൺഗ്രസ് ഒരു പരിപാടി വെച്ചാൽ സദസ്സിൽ ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ ആൾ കാണും വേദിയിൽ. കോഴിക്കോട് DCC ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് തന്നെ എന്തായിരുന്നു അംഗം. ഉദ്ഘാടനം ചെയ്യാൻ വന്ന വേണുഗോപാലിന് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കത്രിക ഒന്ന് പിടിക്കാൻ തന്നെ പറ്റിയത്. അടുത്തതായി നമ്മുടെ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സുപ്രസിദ്ധ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ ഗോൺസാൽവാസിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ആളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾ നടക്കണം, വേഷം കെട്ടണം, മണം മാറ്റണം, വേണ്ടി വന്നാൽ വായ പൊത്തി ഇലയെടുക്കണം. നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഭയങ്കര ആൾക്കൂട്ട് വരുന്നത്, ഭയങ്കര ബഹളം വരുന്നത്, ഭയങ്കര ഞങ്ങളുടെ ഒരു പാർട്ടി അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിനായിട്ട് കണ്ടുപിടിച്ച് അങ്ങനെ മാറി ആൾക്കൂട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു സന്തോഷം കൂടി ഉണ്ട്. ഇത് പണ്ട് തൊട്ടേ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നമാണ്. ആൾക്കൂട്ടം, തിക്ക്, തിരക്ക് എന്നൊക്കെ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഒരു സന്തോഷമാണ്. സന്തോഷം. നിന്നെ ഞാൻ ഇന്ന് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു കെട്ടിടം ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിലൊരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ KPC യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ്. എന്തായാലും KPCC യോഗത്തിൽ വരെ ആ സന്തോഷം ചർച്ചയായി. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടിയായിരിക്കും, ചിലപ്പോ തിക്കുറിച്ചായിരിക്കും. അവരും കൂടി കൂടി വരുന്നത് അത് നിങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ കളിയായിക്കൊണ്ടിരിക്കുക. ഞങ്ങള് ആവേശം, എല്ലാവർക്കും ആവേശം. പിന്നെ എല്ലാവരും ലീഡേഴ്സ് അല്ലേ. അതാണ് പ്രശ്നം. ഈ പാർട്ടിയിൽ എല്ലാവരും ലീഡേഴ്സാണ്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് KPC പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു. അപ്പുകുട്ടാ, നീ വന്നേ. ഓവറാക്ട് ചെയ്ത് ചളവാക്കാനാ പുല്ലേ. ഈ മീശി വെച്ചിന് കരയിലട കഴുതേ. വെള്ളം വീണ് വീണ് ഇനി അത് വളരും. മൊത്തത്തിൽ ഫംഗ്ഷൻ കൊളാവോടൂ. അതൊന്നുമില്ല, അതിനുള്ള പരിപാടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സതീശൻ നോക്കുമ്പോൾ സതീശന്റെ നിലയിൽ തന്നെയുള്ള 10-12 പേർ. കോൺഗ്രസിൽ ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാലും കൈ പൊക്കാൻ ഒരു 8 പേർ കാണും. ഞങ്ങളെല്ലാവരും ഒരേപോലെ അല്ലേ. ഞാൻ ഇപ്പോൾ എൻ്റെ നിലയിൽ തന്നെ ഉള്ള 10-12 പേരുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവരും വന്നവിടെ ഒരു പ്രശ്നവും ഇല്ല, പാർട്ടിക്കകത്തൊരു പ്രശ്നവും ഇല്ല, മനഃപൂർവ്വം പങ്കെടുക്കാത്തതല്ല, ഒരു ആരോഗ്യകരമായുള്ള കാര്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് പോകാതിരുന്നത്. അത് ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ ഓഫീസ് പോയിട്ട് ഒഫീഷ്യലായിട്ട് കാണുന്നുണ്ട്. എന്തായാലും പരിപാടിക്ക് വരാഞ്ഞത് നന്നായി. മുരളിയേട്ടൻ്റെ ആരോഗ്യമെങ്കിലും നോക്കാൻ പറ്റി. ഇവിടെയാണ് നമ്മൾ കേഡർ പ്രസ്ഥാനമായ CPM-നെ മാതൃകയാക്കേണ്ടത്. അവർ വേണ്ടവരെ മാത്രം വിളിക്കും. ബാക്കിയുള്ളവർക്ക് വീട്ടിലിരുന്ന് സന്തോഷിക്കാനും CPM-ൽ സംവിധാനമുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? നമ്മൾ നാളെയും കാണണ്ടേ? പതാക ദിനം സിന്ദാബാദ്, പതാക ദിനം സിന്ദാബാദ്, NS ദിനം സിന്ദാബാദ്, NS ദിനം സിന്ദാബാദ്, NS ദിനം സിന്ദാബാദ്, NS ദിനം സിന്ദാബാദ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എൻ്റെ അമ്മ ചുട്ടൊരു വെള്ളപ്പം, മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ? രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക തണലിൽ വിരിയും, രക്തപതാക തണലിൽ വിരിയും, മാനവവികാരം സിന്ദാബാദ്, മാനവികാരം സിന്ദാബാദ്, രക്തപതാക തണലിൽ വിരിയും, രക്തപതാക തണലിൽ വിരിയും, വർഗവികാരം സിന്ദാബാദ്, വർഗവികാരം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, സംസ്ഥാന സമ്മേളനം സിന്ദാബാദ്, പതാക ദിനം സിന്ദാബാദ്. പതാക ദിനം. ഈ ആഴ്ചയിലെ കഥകളി ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വ്യാഴാഴ്ച രാത്രി 9:00 കാണാം. നമസ്തേ.
വന്നിരുന്നാട്ടെ. ആട്ടവിളക്കില്ല, ആട്ടും തുപ്പും മാത്രം. തിരശീലയില്ല, ശീലങ്ങളേ ഇല്ല. ഒറ്റ ഭാവം, അഹംഭാവം. ഭീഷണി, ഭീഷണി, അധികാരം, ധിക്കാരം. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. കഥ വേറെ കളി വേറെ കഥകളി വെവ്വേറെ. ഇടിച്ചിരി നേരം പരിവാരം വന്നിരുന്നാട്ടെ. കെട്ടുകഥ, കസേരകളി, കഥകളി.